ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ നിന്നിരിക്കുന്നത് സിറ്റിസൺസ് പാർട്ട് 5 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വേറൊരു കാര്യം പറയാവുന്നതാണ്. നമ്മുടെ മാപ്പിൻ്റെ എക്സ്പ്ലോറേഷനൊക്കെ നമ്മൾ അത്യാവശ്യം കഴിഞ്ഞെന്ന് തോന്നണം. കാരണം ഞാൻ കാണിച്ചു കേട്ടോ. മതി ചവച്ചത്. ഇനി ഞാൻ പറയട്ടെ. അപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ ഈ പൈപ്പ് ഉണ്ടോ, നമ്മളന്ന് മറ്റേ ഓഫ് റോഡിന് വന്നൊരു ഓഫ് റോഡല്ല, മറ്റേ വെള്ളത്തിൻ്റെ അടുത്ത് കൂടെ പോയത്, അതാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മൾ ഈ മൊത്തം സ്ഥലവും നമ്മൾ എക്സ്പ്ലോർ ചെയ്തതാണ്. പക്ഷെ നമുക്ക് മാപ്പിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാത്ത പോലെ ഉണ്ടാവും. പിന്നെ ബാക്കി എന്താ വെച്ചാൽ വേറെ പുതിയതായിട്ടൊന്നുമില്ല. നമ്മളെ പഴയ മറ്റേ വീടിൻ്റെ അവിടെ സ്ഥലം തന്നെയാണ് അപ്പുറത്തുള്ളത്. അതൊക്കെ തന്നെ. പിന്നെ നമ്മൾ ചെയ്യാത്ത ജോലികളൊന്നും അധികം ഇല്ല. പക്ഷെ മറ്റേ എന്താ കാർട്ടില്ലേ, കാർട്ട് പോലെ മറ്റേ വണ്ടി പോലെ, അതൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ട്. ഫുട്ബോൾ കളിച്ച് കുറച്ച് കാശുണ്ടാക്കണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ നമുക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് വാങ്ങണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫുട്ബോൾ കളിച്ച് കാശുണ്ടാക്കാൻ പറഞ്ഞത്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ റൊണാൾഡോ ഫാനാണെങ്കിൽ കമൻറ്റ് ചെയ്തോ. അതായത് നമുക്കിപ്പോൾ കുഴപ്പമില്ല. നമ്മളിപ്പോൾ എന്താ വാങ്ങിച്ചിരിക്കുന്നത്, ഇത് വാങ്ങിച്ചാലോ വേണ്ടല്ലേ. വേണമെങ്കിൽ എനിക്കിപ്പോൾ അത് ഇപ്പം മേടിക്കാം. പക്ഷേ നല്ല കാറാട്ടോ. പക്ഷെ സംഭവം അതുപോലെ എനിക്ക് ഈ കാർ ഓടിച്ച് കളിക്കണം ഇഷ്ടമാണ്. ഈ ഗെയിമിൽ നല്ല രസമുണ്ട് കണ്ട. അല്ല അങ്ങനെ എന്താ ചെക്കന്മാർ പാട്ടിടറാ, പാട്ട് എങ്ങനത്തെ പാട്ട് വേണം? ഒരു നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഹൊറർ. മതി എമ്പക്കോട്ടത് മതി. അപ്പം നമ്മളിതാ ഒരു പുതിയ കാർ വാങ്ങാൻ പോകണം. നേരത്തെ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിലല്ലോ, അതെ ഇപ്പുറത്ത് തന്നെ, ഇത് തന്നെ. അപ്പോൾ ഞാനിത് എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് മറ്റേ സ്ഥലത്തേക്ക് നമുക്ക് ഈ കാർ എടുത്തിട്ട് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി നമ്മൾ ഓടാൻ തുടങ്ങി. അത് വിട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മറ്റേ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇപ്രാവശ്യം അവിടുത്തെ ആൾക്കാരുടെ റിയാക്ഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവന്മാർ എന്താണ് പറയണമെന്നൊക്കെ കേൾക്കാം, കാണാം, അറിയാം. അപ്പോൾ നമ്മൾ വെറുതെ ഞാൻ വിളിക്കാൻ വന്നിട്ട് അതിൽ കുഴപ്പമില്ല. നമ്മുടെ വണ്ടി പുതിയ വണ്ടിയല്ലേ, നോക്കുന്നത് ഓട്ടിച്ച് നോക്കുന്നത് നല്ലതാണ്. വേറെ സൂപ്പർ കാർ അപ്പുറത്ത്. പക്ഷേ കുഴപ്പമില്ല. ഇതാണ് അതിനേക്കാൾ ലുക്ക്. ഹലോ, ഡിലേ ആണല്ലോ. റിയാക്ഷൻ എടുക്കാൻ വന്നിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ കയറി നിൽക്കാം. ഇപ്പം എന്തായാലും എനിക്ക് ഒരു വണ്ടി ഉണ്ടല്ലോ, മറ്റേ ഈ കാറും കൂടി ഓർഡർ ചെയ്യാം. ആ വണ്ടി എവിടെ? അല്ല, ഇപ്പം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന വണ്ടിയോ അതോ അവിടെ പോയി കിടക്കുന്നു. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് മറ്റേ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ബോൾ എവിടെ ഇപ്പോൾ ബാക്കിലുള്ളത് കൊണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ പ്രാവശ്യം കോൾ അടിച്ചിരിക്കും. സോ ഫ്രണ്ട്സ്, അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോണത് മറ്റേ ഫയർ ട്രക്കിൻ്റെയാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ വേറെ സംഭവം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചെയ്യണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ക്യാഷ് കിട്ടുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നറിയോ, നമുക്ക് ഇതിലത്തെ എല്ലാ കാശും നമുക്ക് വാങ്ങാം. അപ്പോൾ എല്ലാ കാശും ഓൾമോസ്റ്റ് എല്ലാതും നമുക്ക് വാങ്ങാനാണ് എൻ്റെ രീതിയിൽ. കാരണം എല്ലാം വാങ്ങാനൊന്നും പറ്റില്ല, ചിലത് നല്ല വിലയുണ്ട്. അത് കുറേ നാളെടുക്കും. ചിലപ്പോൾ കളിച്ച് കുറേ നാളെടുത്താലേ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫയർ ഫൈറ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് നോക്കാണ് കാറ് പാക്കിയിട്ട്. എന്തത് കയറാത്ത ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിട്ടാണെങ്കിൽ നമ്മൾ കയറും. അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾക്ക് ഇവിടെ കയറിയിട്ടുണ്ട്. നമുക്കിവിടെ കറക്കി നിർത്താം. നമ്മൾ ഡ്രിഫ്റ്റ് അത് കുഴപ്പമില്ല. അതങ്ങനെ പിടിച്ചു. എന്താടാ അതിങ്ങനെ? ഇത് ഏത് കാറാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. മറ്റേ സെന്നി വൈറ്റി അവൻ ഇവിടെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഫയർ ട്രക്കിൻ്റെ അടുത്തേക്ക് പോകട്ടോ. ഓടിക്കോ. ഫയർ ട്രക്കിന്റെ അടുത്തേക്ക് പോവാൻ ഇത്ര ഓടണോ? എല്ലാ കഥകളി കളിച്ചിട്ട് പോവാണ്. നിർത്തിക്കോട്ടോ. ഫസ്റ്റത്തെ കഴിഞ്ഞു, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും.
ഫ്രണ്ട്സ് ഞാനങ്ങനെ ഈ വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഇത് കുറേ നമ്മളെന്ത് ചെയ്യേണ്ടത്, ഫ്ലയർ ഡിസ്ട്രിബ്യൂട്ട് മറ്റേ ഒട്ടിക്കണ സംഭവമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെല്ലാം തോന്നുന്നു കേട്ടോ. കംപ്ലീറ്റ് ഒട്ടിക്കാനുള്ളതല്ല അത് ഒട്ടിക്കാനുള്ള സ്ഥലം കാണിക്കണ്ടായിരുന്നു അല്ലേ? ഇതങ്ങനെ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഇത് അല്ലല്ല, ഇത് റിവീൽ ചെയ്യണമല്ല, ഇത് മറ്റേ പേപ്പർ എന്തോ ഷോ കാണിച്ചിട്ട് പോകണം. ഇവനൊക്കെ എവിടെയെങ്കിലും പോയി ഉറപ്പാണ്. അപ്പം ഞാനൊന്ന് ചെയ്തിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ആ പണി മാത്രമല്ല ഈ പണിയും കൂടി ഞാൻ ചെയ്യുകയാണ് ഇപ്പോൾ കടല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അടുത്തത് ഞാൻ ഇതാണ് ഇൻ്റർവ്യൂ. അതന്നെ ഇതാണ് മറ്റേ റിവ്യൂ കൊടുക്കണത്. ഇൻ്റർവ്യൂ അതാ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതെന്തിനിപ്പോൾ ഇവിടെ പോളാർ ബിയർ വല്ലതും പറയും. നാട്ടിലോടിക്കുക ഉറപ്പായിട്ടും. എന്ത് പാട്ടാടത്? പാമ്പിന്റെ പാട്ട് പാടാ. നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ നല്ലൊരു ബാൻഡാണ് സിംഗിങ്ങിന്റെ. ഒന്ന് അപ്പുറത്തേക്ക് മാറിച്ചില്ലേ? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജിമ്മിലും വേണം മറ്റേ ബിരിയാണി, അതുപോലെ മറ്റേ അംഗനവാടി കുട്ടികൾക്ക് ജിമ്മിൽ ചേർത്ത്. തനിക്കോ? എനിക്ക് പുട്ടും കടലും മതി. ഈ കാർ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാ അവിടെ തന്നെ പോയി ഫോൺ ആയിട്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ആ കാർ എടുക്കാം. വിളിച്ചടിക്കണ്ടായവൻ നേരെ ഓടാൻ ഒരുമാതിരി മുട്ടടാൻ നിൽക്കുന്നവർ ഓടണം. പ്ലെയർ ഞാനല്ലേ? എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ പൈസ ഉള്ളവരാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. പൈസ ഉള്ളവർ റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല. ഇന്നൊക്കെ കാർണാൾട്ട് ഇന്നൊക്കെ മാർക്ക് സക്കർബർഗിന് വേറെ ഡിക്കേബർഗ് അതൊക്കെ ഷുഗർബർഗ്. ഇതെന്താടാ അത്? ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ മറ്റേ കാർ എടുക്കട്ടെ കേട്ടോ. ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഇതിൽ 3 സ്ഥാനമുണ്ട്. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ ചെയ്തിട്ട് ഞാൻ വരാം. കാറി ഓടണമല്ലോ ഒന്ന്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ കാർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നേരെ ഇത് ഓടിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാം. പിന്നെ ഞാൻ എടുക്കുന്ന ഏത് കാറും എല്ലാ കാറും ഇങ്ങനെ ഇത് നല്ല സ്പീഡുണ്ട് തോന്നിട്ടോ. നല്ല സ്പീഡുണ്ട് മറ്റേതിനെക്കാട്ടും. പക്ഷെ കൺട്രോളിങ്ങിൽ അതാണ് നല്ലത് കേട്ടോ. കൺട്രോളിങ്ങിൽ അത് ഉയരും. പിന്നെ മറ്റേ അതാ പോയി അപ്പോളേ ഞാൻ പറഞ്ഞതാ ഓവർ ഇടണ്ടെന്ന്. അപ്പോൾ ഓവറാക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ വണ്ടീനെ നമ്മൾ കടലിലേക്ക് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്കിത് ഇങ്ങോട്ട് പോയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റേണ്ടതാണ്. നോക്കട്ടെ കേട്ടോ. ഇതിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അതാ പറ്റുന്നുണ്ട്. ഓർഡർ ഡെലിവറി. അപ്പോൾ അതാ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഒന്നുകൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ ഇത് എന്താ ദൈവമേ, അടിപൊളി ലുക്കാണ് ഇത്. കാരണം എന്താ അവൻ്റെ സൗണ്ട് കേട്ടോ. ഇതിനങ്ങനെ പെട്ടെന്ന് ടേൺസ് ഒന്നും ടേൺ ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റേ സ്റ്റെബിലൈസഡ് അല്ല. മറ്റേ കാറാണെങ്കിൽ നന്നായിട്ട് മീൻസ് നല്ലൊരു വെയിറ്റും തടിയൊക്കെ ഉണ്ടല്ലോ ആ വണ്ടിക്ക്. അതുകൊണ്ട് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളിങ്ങനെ വന്നിട്ട് എല്ലാതും തകർന്നു. ഇതെനിക്ക് ഇഷ്ടം ഗേറ്റ്. ഞാൻ തന്നെ വേണം. അപ്പോൾ നമ്മളെ വണ്ടി അടിപൊളിയായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.